Cheers. 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 ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ ട്രാവൽ ചെയ്യണ കാരണം ബജാജ് NS 200 ബൈക്കിന്റെ എഞ്ചിൻ എടുത്തിട്ടാണ് ഇത് കിട്ടിയത്. എൻ്റെ അമ്മോ! സാബുൻ സാബുൻ കപ്പട തുണി സാബുൻ സോറപ്പ്. നമ്മളിപ്പോ നടക്കുന്നുണ്ടല്ലോ നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ സസ്പെൻഷൻ ഫുഡ് ബ്രിഡ്ജിലാണ്. യാക്കിന്റെ ഇറച്ചിയാണ് കേട്ടോ. ഞാൻ യാക്കിനെ കണ്ടിട്ടുന്നല്ലാണ്ട് യാക്ക് മീറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. എൻ്റെ പൊന്നോ, നിങ്ങൾക്കത് കാണണ്ടേ? ഡെത്ത് റോഡ് ഓഫ് നേപ്പാൾ എന്നറിയപ്പെടുന്ന ഹൈവേ വഴി നമ്മൾ ഇന്ന് പോക്രയെന്ന് നേപ്പാൾ 77 ഡിസ്ട്രിക്ട്സിൽ ഒന്നായിട്ടുള്ള മുസ്താങ്ങിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാർക്ക് എങ്ങനെയാണോ ലഡാക്ക്, അതേപോലെയാണ് നേപ്പാളികൾക്കും ഇവിടെ വരുന്ന റൈഡേഴ്സിന് മുസ്താങ്. ഞാനിപ്പോൾ നിൽക്കുന്ന പൊക്ര ഏകദേശം 800-900 മീറ്റേഴ്സ് അബോവ് സീ ലെവലാണെങ്കിൽ നമ്മൾ ഇന്ന് ചെന്ന് എത്തിപ്പെടാമെന്ന് വിചാരിക്കുന്നത് ഏകദേശം 2700 മീറ്റേഴ്സ് അബോവ് സീ ലെവലാണ്. അപ്പോൾ ഇന്ന് അവിടെ ചെന്ന് നിന്ന് അക്ലമറ്റൈസ് ആയി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം 3700 മീറ്റേഴ്സിന് അടുത്ത് കയറും കേട്ടോ. അപ്പോൾ എന്തായാലും നേപ്പാളിലൂടെ പോകുന്ന ഹിമാലയാസിന്റെ വശ്യമായിട്ടുള്ള ഭംഗി നമുക്ക് തൊട്ടറിയാം. ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. വെൽക്കം ടു 10 Pin Stories. ഞാനിന്ന് രാവിലെ 5 മണിക്ക് എന്നിട്ട് വെറുതെ ബൈക്ക് എടുത്തിട്ട് ഒരു റൈഡ് പോയി കേട്ടോ. അങ്ങനെ പോയി ആ മലയുടെ മുകളിൽ പോയി നിന്നിട്ട് സൺറൈസ് കണ്ടു കേട്ടോ. സൺറൈസ് കണ്ടു. പിന്നെ സൂര്യൻ്റെ ആ ഫസ്റ്റ് റേസ് അന്നപൂർണ മൗണ്ടനിൽ അടിച്ച് അതിങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അതൊക്കെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തു. അന്ന് ഫസ്റ്റ് നമ്മളിവിടെ വന്ന ദിവസം നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൺറൈസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതൊക്കെ പോയി കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ബൈക്കിൽ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡോമി സെറ്റാണ്. കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച് നമ്മൾ ലേക്ക് സൈഡിൽ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ മുസ്താങ്ങിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പോയിട്ട് ഒരു കാപ്പിയും കുടിച്ചിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങാം. സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഹോസ്റ്റലിൻ്റെ സൈഡിൽ നമ്മൾ ബൈക്ക് വാഷ് ചെയ്ത കടയുടെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു കോഫി സോൺ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കോഫി ഷോപ്പാണ്. ഇന്നലെ ഞാൻ ഇവിടുന്ന് ഒരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ക്രോസോൺ ഉണ്ട്, സിനമൺ റോള്, ചോക്ലേറ്റ്, ഡാനിഷ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് എൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഫി ഷോപ്പിൻ്റെ ഉള്ളിൽ നിറച്ച് കുരുവികളാട്ടോ. അതിൻ്റെ അകത്ത് കുരുവി കൂട് കൂട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അത് കയറാം. പൊക്രയിൽ കോഫി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കുറേ കോഫി ഷോപ്പ് ഉണ്ട്, കുറേ സ്ഥലത്ത് കോഫി ബീൻസ് വിൽക്കുന്നുണ്ട്. കിട്ടുന്ന കാപ്പിയൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ കാപ്പിയുടെ കൂടെ ഒരു സിനമൺ റോളും കൂടി പറഞ്ഞു. എക്സെപ്ഷണൽ ഒന്നും പറയാനില്ല, പക്ഷേ നല്ലൊരു സിനമൺ റോളാണ്. സാധാരണ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എന്നിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ വീഡിയോ എടുത്തത് 2 ദിവസം മുമ്പാണ്. ഞാൻ നെക്സ്റ്റ് ഡേ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയായിരുന്നു, രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെർമിറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പാക്കൊക്കെ ചെയ്ത് ഇറങ്ങി. അപ്പോൾ 10 മണിക്കാണ് ഓഫീസ് തുറക്കുള്ളൂ, പെർമിറ്റിൻ്റെ ഓഫീസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസാണ്. ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് വേണം നമുക്ക് ഈ അന്നപൂർണ കൺസർവേഷൻ ഏരിയയുടെ പെർമിറ്റ് എടുക്കാൻ. അതിന് 1000 നേപ്പാളി റുപ്പിയാണ് വരെ. ഇതൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ അവിടെ പോയി 10 മണിക്ക് പോയിട്ട് 1:30ക്കാണ് പെർമിറ്റ് എടുത്ത് കിട്ടിയത്. അത്രയും തിരക്കായിരുന്നു, നിറച്ചും ടൂറിസ്റ്റ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഗവൺമെൻറ് ഓഫീസാണല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് വെറുതെ അവിടെയുള്ള ഒരു ടൂറിസ്റ്റ് പോലീസിൻ്റെ അടുത്ത്, ടൂറിസ്റ്റ് പോലീസിൻ്റെ ഒരു ചോക്കി പോലെ ഉണ്ട്, അവിടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബൈക്കിന് പെർമിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനം ഞാൻ ഓൺലൈൻ വായിച്ചിട്ടില്ല, ബൈക്കിന് പെർമിറ്റ് എന്നുള്ള ഒരു കാര്യം. ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 500 നേപ്പാളി റുപ്യ ഒരു ദിവസത്തേക്ക് പെർമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു.
ഞാൻ 4 ദിവസത്തേക്ക് പെർമിറ്റും എടുത്ത് തിരിച്ച് ഇവിടെ ഹോസ്റ്റലിലെ എൻ്റെ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ ബൻസർ ഉണ്ടെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം 2000 നേപ്പാളി റുപ്പി വെറുതെ അങ്ങനെ വേണ്ടി പോയി. അപ്പോൾ അയാൾ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞത് പോലീസ് അവിടെ പ്രശ്നം ഉണ്ടാക്കും, ചെക്ക് പോസ്റ്റിൽ ചോദിക്കും, അപ്പോൾ ഈ ഒരു റെസീറ്റ് കാണിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്തായാലും സീലൊക്കെ അടിച്ച റെസീറ്റാണ്, എന്ത് ഇതിലാണ് അത് ചെയ്തേക്കണമെന്ന് അറിയില്ല. ഒരു റോഡ് പെർമിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റോഡ് പെർമിറ്റൊക്കെ എടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. കാപ്പി കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡോമി എടുത്ത് പതുക്കെ ഇറങ്ങാം. താങ്ക് യു. വെൽക്കം. Mustang. Come to India. Okay. चाय पियेंगे? नहीं, हमारी तरफ से नहीं, थैंक यू. ഇവിടെ വന്നിട്ടേ ആ ഹോട്ടലിൽ നിന്ന് കുറേ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടി നടത്തുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് യാത്ര വരാണ്ട് പോകാൻ പറ്റില്ല, കാരണം അത്രയും പ്രാവശ്യം അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാട്ടോ. അവിടെ അപ്പുറത്ത് ഒരാൾ നിൽക്കണമെന്നില്ല, അത് ആൾ ചൈനീസാണ്, ആൾ വുഹാനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ വുഹാനിൽ നിന്ന് എൻ്റെ അടുത്ത് അപ്പുറത്തെ ഡോർമെട്രിയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലത്ത് പോകണം, കൊൽക്കട്ട, പിന്നെ മുംബൈ, അങ്ങനെ കുറേ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തച്ചേരി പോകണം. തച്ചേരി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല തച്ചേരി എന്താണ്. അത് കഴിഞ്ഞ് പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് തലശ്ശേരി പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുടെ കൂടെ അവിടെ ഏതൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആൾ തലശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞ് തലശ്ശേരിയെ കുറിച്ച് അറിയാം. അടുത്ത കൊല്ലം തെയ്യം കാണാൻ വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഈ മറ്റേ ചൈനീസ് ആൾക്കാർക്ക് ഇങ്ങോട്ട് വിസ കിട്ടാനൊക്കെ പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യയിലേക്ക് വരണമെന്ന്. പക്ഷേ എന്താ പറഞ്ഞാൽ വിസ കിട്ടില്ല. അപ്പോൾ അതെ നമ്മുടെ ഡോമിക്കുട്ടൻ സെറ്റായിട്ടിരിക്കുന്നത്. ഞാൻ എല്ലാം കെട്ടി വെച്ചിട്ടേ പോയെ. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ റൂമിലിരിക്കാം. അതും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട്, റൂമിലല്ല അവിടെ ബാൽക്കണിയിലുണ്ട്, എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇറങ്ങാം. കുറേ നേരം പോയിട്ട് അവിടെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് സംസാരിച്ചിരുന്നിട്ട്. സോ മച്ച്. താങ്ക് യു. Safe journey, safe travel. താങ്ക് യു. See you next time. Yeah, sure. Thank you. Bye. നമുക്ക് ഹൈവേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. കുറച്ച് പൈസ എടുക്കണം. എൻ്റെ കയ്യിലെ പൈസയൊക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ 2 ഓപ്ഷനാണ് പൈസ എടുക്കാനുള്ളത്. ഒന്ന്, നമ്മൾ സാധാരണ ATM വിഡ്രോ ചെയ്യണ പോലെ വിഡ്രോ ചെയ്യാം. പക്ഷേ അതിൽ നമുക്കൊരു 700 നേപ്പാളി റുപ്പി ചാർജ് വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഇവൻ SBIയുടെ ATM ഉണ്ട്, അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ കൂടെ ഇതുപോലെ ചാർജ് വരും. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ UPI വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതായത് മെയിൻ സിറ്റീസിൽ കേട്ടോ. അപ്പോൾ പൊക്ര, കാഠ്മണ്ഡു ഒക്കെ, വേറെ എല്ലായിടത്തും ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ UPI ഏതെങ്കിലും മണി എക്സ്ചേഞ്ചിൽ പോയിട്ട് അവർക്ക് UPI ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെറിയൊരു ചാർജ് എന്തെങ്കിലും അവർ എടുക്കുന്നുണ്ടാവും. പക്ഷെ എന്തായാലും നമുക്ക് വലിയ നഷ്ടം വരാണ്ട് നേപ്പാളി റുപ്പി കൈ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൂടുതൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിങ്ങനെ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയനിലേക്കൊക്കെ പോകണമല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു. ഇവിടെ ഈ മാർക്കറ്റ് ഏരിയയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ഒരു കടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ചിൽ ഈ ഒരു സംവിധാനം ഉണ്ടാവേണ്ടതാണ്. അധികമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു 10-500 രൂപ മാക്സിമം സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ 500 രൂപയ്ക്ക് 500 രൂപ സേവ് ചെയ്താൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചു. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെ UPIയിൽ മണി ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാനാണെങ്കിൽ ഒരു 7,000-8,000 ഇന്ത്യൻ റുപ്പീസിൻ്റെ ഉള്ളിലാണെങ്കിലാണ് കേട്ടോ നമുക്കത് ലാഭമുള്ളൂ. കാരണം ATMൽ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്താലും 700 രൂപയാണ് ചാർജ്. ഇവിടെ ഇവർ പെർസെൻറ്റേജ് വൈസാണ് കൂടുന്നതുകൊണ്ട് നമ്മളൊരു 8,000-നൊക്കെ എടുത്ത് അതിന് മുകളിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് എടുത്താൽ നമുക്ക് നഷ്ടമായിരിക്കും. അതിന് കുറവാണെങ്കിൽ ഇവിടെ എടുക്കുകയാണ് നല്ലത്. ഇപ്പോൾ ATMൽ എടുത്തിരുന്നെങ്കിൽ എനിക്ക് 700 രൂപയാണ്, അതിന് പകരം എൻ്റെ അടുത്ത് ഇപ്പോൾ 300 രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പൈസ കിട്ടി. എന്തെങ്കിലും ഉണ്ട് പൈസ, പക്ഷേ എന്നാലും ഒരു അർജൻസിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും കുറച്ച് പൈസ 3,000 രൂപ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. നേപ്പാളിയാക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു 2-3 കിലോമീറ്റർ ആയിട്ട് റോഡ് വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് കയറി അപ്പുറത്തെത്തുന്നതോട് കൂടിയിട്ട് റോഡ് നല്ലതാവാം കേട്ടോ. അപ്പോൾ നമ്മൾ സേത്തി എന്ന് പറഞ്ഞിട്ടൊരു റിവറിനെയാണ് ക്രോസ് ചെയ്യണം. എൻ്റെ പൊന്നെ വ്യൂ കണ്ടാ. പൊക്രയിൽ വന്നിട്ട് വേണമെങ്കിൽ 10 ദിവസം ഈ വ്യൂ നോക്കിയിട്ട് വെറുതെ ഇരിക്കാം. അത്ര അടിപൊളി സ്ഥലമാണ് പൊക്ര കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് സിറ്റി വിട്ട് ആ ഒരു ഭാഗത്തൊരു 2 കിലോമീറ്ററിന് അടുത്ത് വളരെ മോശം റോഡായിരുന്നു. കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞ് വലിയൊരു അടിപൊളി ഹൈവേയിലേക്ക് കയറി. നല്ല 6 ലൈൻ ഹൈവേ ആണ്. ആ വഴി കൂടെ പോകുമ്പോൾ സൈഡിൽ ഭയങ്കര രസമായിട്ട് ഈ മറ്റേ അന്നപൂർണയും ബാക്കിയുള്ള മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ആണ് അങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ പൊക്രയിൽ നിന്ന് നമ്മൾ കുഷ്മ പോകും. കുഷ്മയിൽ നിന്ന് ബേനിയിൽ നിന്ന് തതോപാനിയിൽ നിന്ന് കോബാങ്. അപ്പോൾ ഇത്രയും, അതായത് ഇതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളുണ്ട്. ഞാൻ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്. 170 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. 5 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കണേ. അപ്പോൾ അത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പോകുമ്പോഴും ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ നിർത്തി ഒരു 2 മണിക്കൂർ അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്ന് വെച്ചോ. എന്നാൽ പോലും നമ്മളൊരു 5 മണിക്കുള്ളിലെങ്കിലും വൈകുന്നേരം എത്തേണ്ടതാണ്. കാരണം ഞാൻ അവിടെ ഇതാണ് നെഗറ്റീവിലേക്കൊക്കെ രാത്രി ടെമ്പറേച്ചർ പോകും. അപ്പോൾ ഒരുപാട് തണുപ്പും
ഇരുട്ടും ആവുന്നതിന് മുമ്പ് അവിടെ എത്തണമെന്നുണ്ട്. ഡെത്ത് റോഡ് എന്ന് പറഞ്ഞിട്ട് അതെ ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളി ഹൈവേ ആണ്. ഞാൻ ലഡാക്ക് പോയപ്പോൾ നമ്മുടെ മാർക്ക് ട്രാവൽസ് ഉണ്ടല്ലോ, മാർക്കിൻ്റെ അടുത്ത് പറഞ്ഞ ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മാർക്ക് എനിക്ക് തോന്നുന്നു ഒരു 1 year മുമ്പായിരിക്കും ഈ ഒരു റൂട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നു തോന്നുന്നു. എന്നാലും റഫ് പാച്ചസ് ഉണ്ടാവും, കുറേയൊക്കെ ശരിയാക്കിയെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം, നമുക്ക് നോക്കാം ഇത് ഡെത്ത് റോഡാണോ അതോ ബർത്ത് റോഡാണോ എന്ന്. जाने के टाइम पे വഴിയിലൊരു വലിയ ആർച്ച് കണ്ടു കേട്ടോ. പർവ്വത് ജില്ലാമാ യഹാ ലായി ഹാർദിക് സ്വാഗത് എനിക്കറിയില്ല അതെന്താന്ന് വായിക്കാൻ. ഇത് ഹിന്ദി അല്ല, ഇത് വേറെ എന്തൊരു ഗോത്ര ഭാഷയാണ്. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റീജിയൻ ഉണ്ടല്ലോ ശരിക്കും ഒരു ഹിമാചൽ ടച്ചാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മളൊരു പോയിന്റിൽ മലയുടെ മുകളിലായിരുന്നു, പിന്നെ അവിടുന്ന് ഫുള്ളായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ആൾക്കാരും അല്ലെങ്കിൽ വീടുകളും ഇവിടുത്തെ മരങ്ങളൊക്കെ കാണുമ്പോൾ ഹിമാചലിൻ്റെ ഒരു വെസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, ആ വഴിയൊക്കെ പോലെ കേട്ടോ തോന്നുന്നത്. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. ഗായ്സ്, നമ്മുടെ പെർമിറ്റിൻ്റെ പൈസ പോയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഒരു ചെക്ക് പോസ്റ്റിൽ കൈ കാണിച്ചു, വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ അങ്ങനെ കറങ്ങി വന്നു, നമ്മൾ ആ ഡയറക്ഷനിലാണ് പോയിരുന്നത്. അപ്പോൾ കൈ കാണിച്ചപ്പോൾ തിരിച്ചു വന്നതാണ്. പെർമിറ്റ് ചോദിച്ചു. അപ്പോൾ ഈ പെർമിറ്റാണ് ഞാൻ രാവിലെ പറഞ്ഞത്. നമ്മുടെ ഹോസ്റ്റലിലത്തെ ആൾ പറഞ്ഞു ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അവിടെ കുറേ വണ്ടിക്കാരെ പിടിച്ച് ഫൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഈ പറഞ്ഞ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, റോഡ് പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പെർമിറ്റ് എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ ഇവരിതേ പൊക്രയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. ഈ ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ട് പിള്ളേർ ടീച്ചർ പറയാണ്ട് ഹോംവർക്ക് എഴുതി കൊണ്ടുവരില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. Wake up and lace up my sneakers, I'm always dressed to kill. Each time I speak, I'm at peak to bring me some extra ears. Feel it in my soul, in my sleep, I breathe till the winds get sealed. Don't go while the rest sits still. So far റോഡ് നല്ല റോഡാണ് കേട്ടോ. ഇടയിൽ ഇതുപോലെ ചെറിയ പാച്ചുകൾ, ഇങ്ങനെ മോശം പാച്ചുകളുണ്ട്. അത് കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഒരു 10 മീറ്റർ 20 മീറ്റർ ഒക്കെ അങ്ങനെ റഫ് പാച്ച് ഉണ്ട്. നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ കാലി ഗന്ദകി നദി ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ഞാൻ കുറച്ചും കൂടി പോയിട്ട് കാണിച്ചു തരാം എൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ. അത് ശരി, ഇതിലൂടെ കുത്തിപ്പൊളിക്കുന്നതല്ലേ. ഇവിടെ വാട്ടർ അതോറിറ്റി ഉണ്ടാ നല്ല റോഡൊക്കെ കുത്തിപ്പൊളിച്ച് മോശമാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കാലി ഗണ്ഡകി നദി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പോയിട്ട് നമ്മളൊരു ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് കയറുമ്പോൾ അതിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ വെറുതെ നിർത്തി സമയം കളയുന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിൽ അത്ര എനിക്ക് നിന്നാൽ കാണാം. കണ്ട നല്ല രസമല്ലേ? നല്ല രസമായിട്ട് അത് ഒഴുകി പോകുന്നുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. एंट्री करना है, मुक्तिनाथ मंदिर जाना है। हाँ। थैंक यू सर। ये कंपलसरी है क्या, ये वाला? हाँ, ये वाला कंपलसरी है। अच्छा, चलान हो गया ये रोड के लिए। हाँ, रोड के लिए। हाँ, ये रोड में घूमने के लिए। हाँ, ये वाला बाइक करने नेपाल लेने के लिए। अच्छा, ये मंसारे रोड पर। अच्छा ठीक है, താങ്ക് യു. റോഡ് പെർമിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ തെറ്റാണ്, അതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് 2 പ്രാവശ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് കയ്യിൽ സാധനം ഇല്ലെങ്കിൽ 1000 നേപ്പാളി രൂപയാണ്. അപ്പോൾ നമുക്ക് അവിടെ അടയ്ക്കേണ്ടത് 500 ഉള്ളൂ. അപ്പോൾ ഡബിളായിട്ട് ഫൈൻ അടയ്ക്കണം. അത് ഒരു ദിവസത്തേക്ക് കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണെങ്കിൽ പിന്നെയും 1000 രൂപ അടയ്ക്കണം. അപ്പോൾ അത്യാവശ്യമാണ്. എല്ലാവരും പറയും നമ്മുടെ അടുത്ത് ആ സാധനം വേണ്ടാന്ന്, പക്ഷേ ഇതേ 2 പ്രാവശ്യം ചോദിക്കും. സോ നമുക്ക് പോകേണ്ട വഴിയുണ്ടല്ലോ, അതാണ് ജോംസമൊക്കെ പോകേണ്ട വഴി അതാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നേപ്പാളിലെ തന്നെ നമ്മൾ അന്ന് മറ്റേ വെസ്റ്റ് നേപ്പാളിൽ കണ്ട പോലത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ല, 2 മലകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജ് പോകണമെങ്കിൽ ഈ ഒരു വഴി കൂടെ നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ ഈ വഴി പോകുമ്പോൾ നമ്മളിപ്പോൾ ഗണ്ഡകി ബ്രിഡ്ജിനെ ഗണ്ഡകി അല്ലല്ലോ ഗണ്ഡകി ബ്രിഡ്ജിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ബാഗ്ലുങ് എന്നാണ് കേട്ടോ, ബാഗ്ലുങ്. അപ്പോൾ ഇവിടെ മലയുടെ മുകളിൽ ഒരു വലിയ മറ്റേ ഹോളിവുഡ് എന്നൊക്കെ എഴുതിയേക്കണ പോലെ വെൽക്കം ടു ബാഗ്ലുങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അതാ കാണുന്നതാണ് നമ്മുടെ ബ്രിഡ്ജ്. ആ കാണുന്നതാണ് തൂക്കുപാലം. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഡീടൂർ എടുത്ത് പോയാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പോകുന്ന വഴി ബ്രിഡ്ജിന്റെ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. നോക്കിയേ എന്ത് നീളാന്ന്.
രണ്ട് മലകളെ തമ്മിൽ കണക്ട് ചെയ്യാം കേട്ടോ. അതിന്റെ മുകളിൽ കൂടെ ആൾക്കാർ നടന്നുകൊണ്ട് നമ്മൾ ഈ തുണി ഉണക്കാടുന്ന അഴയിൽ കൂടെ ഉറുമ്പ് നടന്നു പോയില്ലേ, അതേപോലെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അവിടുന്ന് നോക്കുന്നേക്കാൾ പേടിയാവുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോഴാട്ടോ. അത് കാണുമ്പോൾ അതിന്റെ മുകളിലേക്കാണല്ലോ കയറി പോണേന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ആന്തലുണ്ടല്ലോ, അതുണ്ട്. ബ്രിഡ്ജിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടോ. ഒരു ആർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. വേറെ ബൈക്കുകളൊക്കെ ഉണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചപ്പുറത്തായിട്ട് പേ ആൻഡ് പാർക്ക് പോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നോ പാർക്കിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആർച്ച് കടന്ന് അകത്തേക്ക് കിടക്കാം കേട്ടോ. ഇവിടെ എൻട്രി ഫീയോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഹലോ, ഹായ്. എൻട്രി ഫീയും കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. DSLR ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടായിരിക്കും. ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും. 122 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. 567 മീറ്ററാണ് ഇതിൻ്റെ നീളം. നിങ്ങൾക്കത് കാണണ്ടേ? ബാഗ്ലുങ് മുനിസിപ്പാലിറ്റീനെയും ആ അറ്റത്ത് കാണുന്ന കുഷ്മ മുനിസിപ്പാലിറ്റീനെയും കണക്ട് ചെയ്യുന്നതാണ് ഈ ഗണ്ഡകി ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നത്. ഞാനൊരു വീഴ്ചയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം എൻ്റെ കാലിൽ കിടക്കുന്ന സിലിക്കൺ ഷൂ കവർ ഇതിൻ്റെ അകത്ത് സ്ലിപ്പ് ആവുന്നുണ്ട്. എന്നാലും ഇടയിൽ ഇതുപോലെ ചെറിയ ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും കാല് സ്ലിപ്പ് ചെയ്യുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ വന്ന വഴിയാട്ടോ ഈ കാണുന്നതൊക്കെ. ഇതിങ്ങനെ ഈ വഴി കൂടെ അങ്ങനെ കറങ്ങിയാണ് വന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇത്രയും ദൂരം, ഈവൻ ദോ റോഡൊക്കെ നല്ലതാണെങ്കിൽ കൂടെ ഇത്രയും ദൂരം കറങ്ങി പോകണ്ടേ, കുറേ ദൂരം ഉണ്ട്. ഇതേ അങ്ങനെ കറങ്ങി ആ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനൊരു ബ്രിഡ്ജ് ഇവിടെ പണിതത്. അപ്പോൾ അതെ നദി താഴെ കൂടെ നല്ല സുന്ദരിയായി ഒഴുകുന്നു, പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നു. എന്ത് രസാന്നറിയോ. ഈ ബ്രിഡ്ജിൻ്റെ ഇനോഗ്രേഷൻ്റെ സമയത്ത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജ് ആയിരുന്നു കേട്ടോ. പക്ഷേ 2021 നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്കിൽ സ്കൈ ബ്രിഡ്ജ് 721 എന്ന് പറഞ്ഞിട്ടൊരു സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജ് വന്നപ്പോൾ ഇത് 2ാം സ്ഥാനത്തേക്ക് പോയി. പിന്നെ 2022 ഇറ്റലിയിൽ കാസൽ സെറാസിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജ് വന്നപ്പോൾ ഇത് 3ാം സ്ഥാനത്തേക്ക് പോയി. എന്നിരുന്നാലും നമ്മളിപ്പോൾ നടക്കുന്നുണ്ടല്ലോ നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ സസ്പെൻഷൻ ഫുട് ബ്രിഡ്ജിലാണ്. അതുപൊളിയല്ലേ? താഴെ 2 SUV-കൾ വേണമുണ്ടോ. അവിടെ വന്നിട്ടാണ് ഞാൻ ബ്രിഡ്ജിന്റെ അടിയിൽ നിന്നുള്ള വ്യൂ കണ്ടത് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ആൾക്കാർ നടന്നു പോകണ കാണുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ ഉറുമ്പ് നടന്നു പോകണ പോലെ ആണെങ്കിൽ ഇവിടെ നിന്ന് താഴെ കാറ് നോക്കുമ്പോൾ ഈ ഹോട്ട് വീൽസിന്റെ ഒക്കെ കാറുണ്ടല്ലോ, ചെറിയ മിനിയേച്ചർ, അതുപോലെയാണ് കേട്ടോ തോന്നണേ. ഈ ബ്രിഡ്ജ് കാണാൻ അധികം അത്ര സ്ട്രോങ് അല്ല എന്നൊക്കെ തോന്നുമെങ്കിലുണ്ടല്ലോ, ഇതിന് 85 മെട്രിക് ടൺ വെയിറ്റ് താങ്ങാനുള്ള കഴിവുണ്ട്. അതായത് ഇന്റർനെറ്റിന്റെ കണക്കനുസരിച്ച് ഏകദേശം 621 ആൾക്കാർ അറ്റ് എ ടൈം ഒരുമിച്ച് ഇതിന്റെ മുകളിൽ നിന്നാലും ഈ പാലം പൊട്ടി വീഴില്ല. 622 ആണെങ്കിൽ പൊട്ടി വീഴുമെന്ന് എനിക്ക് അറിയില്ല. नमस्ते दीदी, रोज जाता है इसके ऊपर? अच्छा, आपका गांव कहाँ पर है? पांग पर्वत कुष्मा। कुष्मा। अच्छा ठीक है ओके। ये क्या क्या लेके जा रहा है इसमें? क्या चायपत्ती, फुरसानी, मिर्ची। अच्छा साबुन। अच्छा साबुन, कपड़ा धुने साबुन, सरफ। ठीक है, താങ്ക് യു ജി, ധന്യവാദ്. അപ്പം അതാണ് ഈ ബ്രിഡ്ജിൻ്റെ ഗുണം. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ലോക്കൽസിന് അവരുടെ ഗ്രാമത്തിലേക്ക് ഇപ്പോൾ ഇവിടുന്നോ ഏതെങ്കിലും ഭാഗത്തുനിന്ന് മേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ വണ്ടി വിളിക്കേണ്ട. അവർക്ക് തലച്ചുമടായിട്ടോ തോൾ ചുമടായിട്ടോ ഇതുപോലെ ആ ഒരു സൈഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് അപ്പുറത്ത് അവരുടെ ഗ്രാമത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇതുപോലെ വണ്ടി വിളിക്കണം. ഇനിയിപ്പോൾ വണ്ടി വിളിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ ഇത് മുഴുവൻ ചുമന്ന് കൊണ്ടുപോകണം. आप नहीं जा रहा है? क्यों? डर लग रहा है? उतना डर नहीं लगेगा, मुझे भी डर लग रहा था पहला. नहीं वहाँ जाएगा तो नहीं हिलेगा. नहीं जाओ ഇപ്പോൾ ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ എനിക്കിതുപോലെ പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തൊരു ആട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് ചെല്ലും തോറും അത്ര പേടിക്കാനൊന്നുമില്ല.
ഈ ഒരു ഭാഗത്ത് നല്ല യമണ്ടൻ ബ്ലോക്കാണ് കേട്ടോ. വണ്ടികളെല്ലാം നിർത്തിയിട്ടേക്കാണ്. ബൈക്കുകാരൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നതാണ്. പണി നടക്കുകയാണ്. അപ്പോൾ അതിന് എന്തോ ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നിട്ട് മറ്റേ സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന മെഷീനിലേക്ക് ഒഴിക്കുക, അങ്ങനെ എന്തോ ആണ്. ആകെ ഒരു ഇത്തിരി വഴിയേ ഉള്ളൂ പോകാൻ. അപ്പോൾ അതുകൊണ്ട് വണ്ടികൾ നിർത്തിയിട്ടിട്ട് അവരത് സിമെൻറ്റ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. दीदी खाने में कुछ मिलेगा? क्या मिलेगा? हाँ चावल बनाएगी। നല്ല അടിപൊളി താലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കേട്ടോ. വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. ഇപ്പോൾ സമയം 3:30 ആയിട്ടോ. നമുക്ക് ഇനി 53 കിലോമീറ്ററും കൂടി ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കാനാണ് ചാൻസ്. ബേനിയിലാണ് ലാസ്റ്റ് പെട്രോൾ പമ്പ് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇന്ന് വരണ വഴിക്ക് ഞാനൊരു പെട്രോൾ പമ്പിൽ കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ ബേനി കഴിഞ്ഞ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെയാണ് ലാസ്റ്റ് പെട്രോൾ പമ്പ്. അപ്പോൾ നമുക്കിന്ന് ഈ ബേനിയിൽ നിന്ന് നമ്മൾ അവിടെ പോയി തിരിച്ചു വരുന്നത് ഏകദേശം ഒരു 200 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ മതിയാവേണ്ടതാണ്. നമുക്ക് പോയി തിരിച്ച് ബേനി വരെ എത്താനുള്ള പെട്രോൾ ഒറ്റ ടാങ്കിൽ കിട്ടേണ്ടതാണ്. ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ ബേനി. നിറച്ച് കടകളൊക്കെ ഉണ്ട്. ഒരു വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇത് ഏതൊരു ടാക്സി സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. എവിടെയാണ് പെട്രോൾ പമ്പ് എന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്ത് എവിടെയാണെന്നാണ് ഞാൻ മാപ്പിൽ ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് കേട്ടോ, ഇവിടെയാണ്. ഞാൻ വിട്ടുപോയി. കാണുമ്പോൾ പെട്രോൾ പമ്പിൻ്റെ ഒരു ലുക്കില്ല. നിറച്ച് വണ്ടികളാണല്ലോ. മൊത്തം 4 വണ്ടികളുണ്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെയും UPI എടുത്തു കേട്ടോ. അതായത് നമ്മൾ UPIയിൽ പേ ചെയ്യാൻ നമുക്ക് ഗൂഗിൾ പേന്ന് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യാം. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇപ്പോൾ നേപ്പാളിൽ വന്നപ്പോൾ. കാരണം നമുക്ക് കയ്യിലുള്ള ക്യാഷ് ഉപയോഗിക്കേണ്ട അക്കൗണ്ടിൽ നിന്ന് അത് അങ്ങനെ ചിലവായി പൊക്കോളും. പിന്നെ നമ്മൾ എടുക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ മാറ്റുമോ ക്യാഷ് കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്രയും ചെറിയൊരു ടൗണിൽ വരെ UPI എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഞാൻ 190 ഗൂഗിൾ പേയിൽ പേ ചെയ്തു. അതായത് 190 നേപ്പാളി റുപ്പി ഗൂഗിൾ പേയിൽ പേ ചെയ്തപ്പോൾ 0.625 ആ കണക്കിൽ റേറ്റിൽ അത് കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തു പോയി. 118 രൂപ എത്രയോ പൈസയോ അങ്ങനെ എന്തോ അത് കറക്റ്റായിട്ട് ഡെബിറ്റ് ചെയ്തു പോയി. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വേറെ ചാർജോ എക്സ്ട്രാ ഒന്നുമില്ല. ഇവിടെ പമ്പിൽ എടുക്കുമെന്ന് നോക്കട്ടെ. പോകുന്ന വഴിയുണ്ടല്ലോ 2 ചെറിയ കുട്ടികൾ ഇവിടെ താഴെ ഇഷ്ടിക പറക്കിക്കൊണ്ട് പോകണം. അപ്പോൾ നിർത്തിയതാട്ടോ. എന്ത് കഷ്ടപ്പാടല്ല ആ കുട്ടികൾ. എത്ര ചെറിയ കുട്ടി, അത് 3-4 ഇഷ്ടിക അത് എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയത്. അവരുടെ ഒരു എൽഡർ ആരോ ഉണ്ട്, പേരൻ്റാന്ന് തോന്നുന്നു. ആൾ ഇതുപോലെ ഒരു കൊട്ട കൊണ്ടുവന്നിട്ട് ഈ പുറകിൽ തൂക്കിയിടുന്ന നമ്മൾ കണ്ടിട്ടില്ല, നോർത്ത് ഈസ്റ്റിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന അതുപോലത്തെ കൊട്ടയിൽ അവിടെ ഇഷ്ടിക നിറച്ച് അതിൽ ആളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളിങ്ങനെ സഹായിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്ഥലം. ഇവിടെ കാലി ഗണ്ഡകി നദി നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ആ മലയുടെ ആ ഭാഗമൊക്കെ സൂര്യൻ്റെ വൈകുന്നേരത്തെ വെയിലടിച്ച് നല്ല രസമുണ്ട്. അവിടെ ഒരു കുഞ്ഞി തൂക്കുപാലം ഉണ്ട് കേട്ടോ. ഈ ഒരു 2 കുന്നുകളെ ബന്ധിപ്പിക്കുന്ന പുഴയുടെ കുറുകെയുള്ള ഒരു തൂക്കുപാലമുണ്ട്. നേപ്പാളിൽ എത്ര തൂക്കുപാലങ്ങളാണെന്നറിയോ? ഞാൻ വായിച്ച, എനിക്ക് കറക്റ്റ് കണക്ക് ഓർമ്മയില്ല. പക്ഷേ നേപ്പാളിലെ തൂക്കുപാലങ്ങളെല്ലാം കൂടി ഒറ്റ ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 100 ചില്ലാനും കിലോമീറ്റർ ഉണ്ടാവും തരാം. അപ്പോൾ അത്രയും തൂക്കുപാലങ്ങളുണ്ട് നേപ്പാളിൽ. Yours? आपका है? ये आपका है? हाँ? आप तीनों? चारों इसमें? हाँ. अच्छा. ഇവിടെ ഒരു 3
ടയറുള്ളൊരു വണ്ടി കേട്ടോ, കസ്റ്റമൈസ് ചെയ്തൊരു സംഭവം. യൂട്യൂബ് സരോജ് പർജ, സരോജ് പർജ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ വണ്ടി. സെറ്റപ്പ് സാധനമല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൾക്കാർ ട്രാവൽ ചെയ്യണ കാണുന്നത്. അപ്പോൾ അതിനെന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് അവർ നേരെ കൊണ്ടിരിക്കുകയാണ്. സരോജ് പർജ 087 ആണ് യൂട്യൂബിലെ നെയിം. बैटरी ख़राब हो गया? नहीं, थोड़ा इंजेक्टर में प्रॉब्लम आ गया है, वो देखिए। अच्छा अच्छा। आप कितने दिन से ट्रैवल कर रहे हैं? 2 दिन हो गया। 2 दिन हो गया। आज पोखरा में पेशेंट, अच्छा। और उसके बाद अब जा रहे हैं। अच्छा, पोखरा से हो? नहीं, चितौन। चितौन। जो नेशनल पार्क है। हाँ हाँ हाँ। वहीं अच्छा से। अच्छा अच्छा, ओके। आप? मैं केरला से हूँ, इंडिया. हाँ, मालूम है क्या? हाँ हाँ हाँ। ബജാജ് NS 200 ബൈക്കിൻ്റെ എൻജിൻ എടുത്തിട്ടാണ് അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റപ്പായിട്ടിട്ടത് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ കാരണം കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. എങ്ങനെ പോയാലും 2 പേർക്ക് ഇരിക്കാം. പിന്നെ ഇതൊക്കെ ഉണ്ട്, സ്റ്റിയറിങ്ങും മറ്റേ അതേപടി ഇതെടുത്ത് വെച്ചേക്കാണ്. ബൈക്കിൻ്റെ സാധനങ്ങൾ ഹാൻഡിലൊക്കെ അതിലേക്ക്. പിന്നെ സ്പീഡോമീറ്ററും എല്ലാം അതിൽ നിന്ന് എടുത്ത് വെച്ചേക്കുക. നേപ്പാളിൻ്റെ ഒരു ഫ്ലാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക് യു, നൈസ് ടു മീറ്റ് യു. I hope this gets resolved fast. I hope so. ഓക്കെ, താങ്ക് യു. ആൾക്കാർ എന്തൊക്കെ വെറൈറ്റി രീതിയിലല്ലേ ട്രാവൽ ചെയ്യണേ. എന്താ ഐഡിയ, ഒരു ബൈക്കിൻ്റെ എൻജിൻ എടുത്തിട്ട് ഒരു 3 വീലർ പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഫ്രണ്ടിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, റേസിംഗ് കാർ പോലെയാണ്. ഫൈബർ കൊണ്ട് ചെയ്തേക്കുന്നതാണെന്ന് തോന്നണം. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബൻസാർ ചെക്ക് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ അന്നപൂർണ്ണ പെർമിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫോട്ടോ ഒക്കെ അടിച്ചൊരു സാധനമാണ്. ശരിക്കും ഇതൊരു സ്ലിപ്പ് അവർ കീറിയെടുക്കും, ബാക്കി നമുക്ക് തരും. അന്നപൂർണ്ണയുടെ ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ട്, ACA അന്നപൂർണ്ണ കൺസർവേഷൻ ഏരിയ. അതിൻ്റെ ചെക്ക് പോസ്റ്റ് അവിടെ ഉണ്ട്. അത് അവിടെ പോയിട്ട് ഞാൻ കാണിച്ചിട്ട് തരാം. എൻ്റെ അമ്മോ, ഷോ എൻ്റെ കോൺസെപ്റ്റിലുള്ള സ്വർഗം എന്നൊക്കെ പറഞ്ഞാണല്ലോ, അതാണ്. എന്താലേ അവിടെ മാത്രം സൂര്യൻ്റെ വെളിച്ചടിച്ച് ഇങ്ങനെ നിൽക്കുക. അതിങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ, ഇങ്ങനെ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത പോലെ. എനിക്ക് സന്തോഷമായിട്ടോ. എൻ്റെ ഇന്നത്തെ എൻ്റെ ദിവസം സഫലമായി എന്നുള്ള പോലെ ഒരു കാഴ്ചയാട്ടോ ഇത്. എന്തൊരു ഭംഗിയാ. നമ്മൾ കോബാങ് ബസാർ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ കോബാങ്ങിലേക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് നോക്കിയിട്ടൊന്നും സ്റ്റേയോ ഓപ്ഷൻസ് ഒന്നും കാണാനില്ല. ഇങ്ങനെ എംപ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതാണ് കോബാങ്. ഇതാ കാണുന്ന അവിടെ ഒരു ചെറിയ ടൗൺ പോലെ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇരുട്ടാണ്, ലൈറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആ കാണുന്നതാണ് കോബാങ്. അപ്പോൾ നമുക്ക് കോബാങ്ങിൽ പോയിട്ട് ഒരു റൂം അന്വേഷിക്കാം. എന്തൊരു അടിപൊളി സ്ഥലം അല്ലേ. നിങ്ങൾക്കിത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര കേട്ടോ. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. ജസ്റ്റ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒരു ഫാമിലി പുറത്ത് നിൽക്കുന്നുണ്ട്. दीदी रहने के लिए जगह है आगे वो ये वाला ठीक है. ഇവിടെ ഒരു ഹോട്ടൽ പെൻഗ്വിൻ ഉണ്ട് കേട്ടോ. Is there a room? Just wait a minute, I'll call the owner. Okay. रूम है क्या दीदी? देख सकता है रूम? हाँ अकेले. ये वाला बाथरूम बाहर है. अच्छा ये वाला. हाँ ओके. कितना है? हाँ बोलो. हाँ अब खाना खाने सबै गरेर अब यसो भन्नु न के भयो. पर डे 700 ओके ठीक है. होता है. ओके पर डे 700 और खाने का 350. 350 400. अच्छा 450. ओके ठीक है, मैं लेता हूँ. ओके वो थोड़ा साफ हाँ करके मिलेगा ना? हम भी कर हाँ ठीक है. ओके थैंक यू.
ഞാൻ ആ റൂം അങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആൻറ്റി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിലാകെ അങ്ങനെ പുതപ്പും കാര്യങ്ങളൊക്കെ കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൻ്റെ പുറത്ത് കുറച്ച് പിള്ളേർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പോക്രയെന്നുള്ളവരാണ്. ഒരാൾ മാത്രം മുസ്താങ്ങിലുള്ളതാണ്. അപ്പോൾ അവർ ഒരുമിച്ച് എല്ലാവരും പോക്രയിൽ പഠിച്ചതാണ്. എല്ലാവരും കൂടി ഈ മുസ്താങ്ങിലുള്ള ആളെ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇത് ശരിക്കും ഇവരിവിടെ അല്ല താമസിക്കുന്നത്. അവർ ഒരാളുടെ വീട് ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ ഇവരിവിടെ വാറ്റ് ചാരായം കുടിക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലീഗലാണ് ഇത്ര വാറ്റ് ഉണ്ടാക്കി വിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആൻറ്റി ഇവിടെ ചാരായം വാറ്റി വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുടിക്കാൻ വന്നേക്കാണ്. അപ്പോൾ നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാണ്. ഞാൻ എന്താ ഇത്രയും നേരമായിട്ട് ഇവിടെ വന്നിട്ട് കുറേ നേരമായി വന്നിട്ട് ഈ സാധനം പോലും ഊരിയിട്ടില്ല. അവരുടെ കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നു കേട്ടോ ഒരു ഗ്ലാസ് ഇതേ വാറ്റ് ചാരായം. ഞങ്ങൾ ഓരോ ചിയേഴ്സ് അടിച്ചു. കുറച്ച് മേടിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊട്ടും സ്ട്രോങ് അല്ല കേട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു വോഡ്ക കുടിക്കുന്ന പോലത്തെ ഒരു ഫീല് പോലും ഇല്ല. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിനൊപ്പം തന്നെ ഇവിടെ ഇവർ ടച്ചിങ്സ് ആയിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ഇത് യാക്കിനെ ട്രൈ വൺ. ഓക്കെ, യാക്കിൻ്റെ ഇറച്ചിയാണ് കേട്ടോ. ഞാൻ യാക്കിനെ കണ്ടിട്ടുന്നല്ലാണ്ട് യാക്ക് മീറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചോക്കട്ടെ. അമ്പോ, ബീഫിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ, പക്ഷെ അല്ല, ബീഫിൻ്റെ ടെക്സ്ചർ അല്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്കത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ബീഫ് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയേക്കണേ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ യാക്ക് മീറ്റ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവരുടെ അടുത്തിരുന്ന് സംസാരിച്ച്. ഇവരെല്ലാവരും സൗത്ത് മൂവീസൊക്കെ കാണുന്നവരാണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നു കേട്ടോ. കുറേ നേരം ഇരുന്നു. അവർ റൂമൊക്കെ വൃത്തിയാക്കി. ഞാൻ ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടും കൂടിയില്ല. അങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചുരുക്കട്ടെ. ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വന്നത് ഡെത്ത് റോഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെത്ത് റോഡല്ല. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു റോഡൊക്കെ ടാർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലം 2 കൊല്ലമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഈ മുസ്താങ്ങിൽ താമസിക്കുന്ന പയ്യൻ പറയാണ്, ഞാൻ പോക്രയിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് എനിക്ക് വീട്ടിലേക്ക് വരാൻ 16 മണിക്കൂർ എടുക്കുമായിരുന്നു. ആ ഒരു ഡിസ്റ്റൻസാണ് ഇപ്പോൾ ഒരു 4 to 5 hours. ഇപ്പോൾ ഞാൻ ഇടയിൽ നിർത്തി വരണോണ്ടാണ് ഇത്ര നേരം എടുത്തത്. അല്ല, ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ 4 to 5 hours വരാം. എനിക്ക് തോന്നുന്നു ഒരു 60% നല്ല റോഡാണ്. ബാക്കി അതായത് പോക്രയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു 60% നല്ലതാണ്. ബാക്കി ഒരു 40% മോശം റോഡുള്ളൂ. പക്ഷേ അത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മൊത്തം ലാൻഡ് സ്ലൈഡും പിന്നെ മറ്റേ വണ്ടി സ്കിഡാവുന്ന പോലത്തെ ചെളിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാൻ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.